നമസ്കാരം. മർത്തോമാ സുറിയാനി സഭയുടെ ക്രിസ്തീയ കീർത്തനങ്ങളിലെ രാഗാധിഷ്ഠിതമായിട്ടുള്ള കീർത്തനങ്ങളെ കർണാട്ടിക് നോട്ട്സ് വഴി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന പുതിയൊരു പരമ്പരയാണ് പാടാം പഠിക്കാം എന്ന ഒരു പ്രോഗ്രാം. ഇത് ഒരു പരമ്പരയാണ്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഇന്ന് നമുക്ക് ആദ്യമായി ക്രിസ്തീയ കീർത്തനങ്ങൾ 39ാമത്തെ ഗാനമായിട്ടുള്ള യേശു എന്നുള്ള നാമമേ എന്ന ഗാനത്തിൻ്റെ നോട്ട്സ് നോക്കാം, കർണാട്ടിക് നോട്ട്സ് നോക്കാം. ഇതിൻ്റെ രാഗം അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ധനാശി എന്ന് പറയുന്ന രാഗമാണ്. DSMCയുടെ ആധികാരികമായിട്ടുള്ള ട്യൂൺ എന്ന് പറയുന്നത് മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ്. ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യമായി പരിചയപ്പെടുന്ന രാഗമാണ് മായാമാളവ ഗൗള. 72 മേളകർത്ത സ്കീമിലെ 15ാമത്തെ രാഗമാണ് മായാമാളവ ഗൗള. ഈ പാട്ടിൻ്റെ DSMCയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഡിയിലാണ്, 2 കട്ടയിലാണ്. നമുക്ക് 2 കട്ടയിൽ തന്നെ ട്രൈ ചെയ്യാം. അതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് നോക്കാം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രേ സ. സപ്തസ്വരങ്ങളിൽ ഷഡ്ജം കഴിഞ്ഞാൽ ശുദ്ധ ഋഷഭം, അതായത് രി 1 ആണ് നമ്മുടെ പാടുന്നത്. സ രി. അടുത്തതായി സ രി ഗ. അന്ധരഗാന്ധാരം, 2ാമത്തെ ഗാന്ധാരമായ വലിയ ഗാന്ധാരമാണ്. സ രി ഗ ഗ. അന്തരഗാന്ധാരം, വലിയ ഗാന്ധാരം നമ്മൾ ഗ 2 എന്ന് പറയും. ഷോഡശ ടേബിൾ പ്രകാരം ഇതിനെ ഗ 3 എന്നും പറയും. ഗ മ. ശുദ്ധ മധ്യമം, അതായത് മാ 1. ഗ മ. അടുത്തത് പ, പഞ്ചമം. പ. അടുത്തത് ധ, ശുദ്ധ ദൈവതം, ധ 1 എന്ന് പറയും. പ ധ, പഞ്ചമത്തോട് ചേർന്നിരിക്കുന്ന ദൈവതമാണ്. പാധ പാധനി. കാകളി നിഷാദം, നിഷാദം 2ാമത്തെ നീയാണിത്. ഷോഡശാംഗ ടേബിൾ പ്രകാരം ഇതിനെ നീ 3 എന്നും പറയും. പാധനി സ സ നി ധ പ മ ഗ രേ സ. ഇതിൻ്റെ ഗാന്ധാരവും നിഷാദവുമാണ് ജീവസ്വരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗാന്ധാരത്തിനും നിഷാദത്തിനും ഓസിലേഷൻ ഉണ്ട്. അതായത് സ രി രി സ്ട്രേറ്റ് നോട്ടാണ്. സ രി ഗ മഗ മഗ മഗ. മായോട് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗായാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ച്യുതമധ്യമ ഗാന്ധാരം. ഗ സ രി ഗ മ. അടുത്തത് പാധ, ദ സ്ട്രേറ്റ് നോട്ടാണ്. പാധ നീ കാകളി നിഷാദമാണ്. എന്നാൽ നമ്മൾ ഷഡ്ജത്തോട് ചേർന്നിട്ടുള്ള ഒരു നിഷാദമാണ് പാടുന്നത്. അതായത് ച്യുത ഷഡ്ജ നിഷാദം എന്ന് വിളിക്കും, തീവ്ര ഷഡ്ജം എന്ന് വിളിക്കും. അതായത് തീവ്ര കാകളി നിഷാദം എന്നും പറയും. പാധ നീ സനി സനി പാധ നീ സ സ നി ധ പ മ ഗ രേ സ. പ മ ഗ രി സ രി ഗ ഗ മ പ ധ നി ധ പ മ ഗ ഗ മ പ ധ നി സ നി ഗ രി സ നി സ രി സ നി ധ നി സ നി ധ പ ധ നി ധ പ മ പ ധ പ മ ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ രി ഗ ഗ മ ധ പ മ ഗ രി പ മ ഗ രി മ ഗ രി സ രി സ നി ധ സ നി രി ഗ മ പ ധ പ മ ഗ രി മ ഗ രി സ നി ധ നി സ രി സ. പാട്ടിലേക്ക് വരാം. യേശു എന്നുള്ള നാമമേ സഗ സഗ. ഇതിൻ്റെ താളം 4/4 ആണ്. തക്കദ്ദിമി 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 തക്കദ്ദിമി, ചതുരശ്രഗതി എന്ന് പറയും. തക്കദ്ദിമി 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 സഗ സഗ മ പ ധ പ സഗ. യേശു
എന്നുള്ള സഗ സഗ മ പ ധ പ. നമുക്ക് വേണമെങ്കിൽ മയമോളുകളുടെ ആ ഭാവം ഉൾക്കൊള്ളാൻ ഗമകം കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സഗ, അവിടെ യേശു, അവിടെ ഗമകം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സ്ട്രേറ്റ് നോട്ട് പാടാം. സഗ സഗ മ എന്ന് പാടാം. സഗ സഗ മ പ ധ പ. യേശു എന്നുള്ള എന്നുള്ള നാമമേ. അല്ലെങ്കിൽ സ്ട്രേറ്റ് നോട്ട് പാടാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്ട്രേറ്റ് നോട്ടായിട്ട് പാടാം. സഗ സഗ മ പ ധ പ. രണ്ട് രീതിയിലും പാടാം. സഗ സഗ മ പ ധ പ. യേശു എന്നുള്ള നാമമേ. ദാപ മഗ ദാപ. സഗ സഗ മ പ ധ പ പാദ പ നിധ പ. നിഷാദം ടച്ച് ചെയ്ത് ദായിലേക്ക്, അത് വളരെ മൈക്രോനോട്ടാണ്. പാദ പ വിബ്രാട്ടോ ചേർക്കും. പ സഗ 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 മ പാദ പ പാദ പ പാദ ത പാദ പ ദപ മഗ പാദ പ ദപ മഗ. യേശു എന്നുള്ള നാമമേ ലോകം. ദപ മഗ ലോകം. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും ലോകമെങ്ങും. ദപ മഗ ഗമ പ മഗ മഗരിസ മഗ മഗരിസ. ദപ മഗ ഗമ പ സഗ. താളത്തിൽ പാടുമ്പോൾ സഗ സഗ മ പദ പ ദപ മഗ ഗമ പ മഗ മഗരിസ രിനി ഗാമഗരി വിശേഷനാമ മേ സാരിണി സാരിണി സഗ 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 മ പദ പ ദപ മഗ ഗമ പ മഗ മഗരി സാരിണി സഗ സഗ മ പദ പ ദപ മഗ ഗമ പ മഗ മഗരി സ. സെക്കൻഡ് സാ എന്ന് ലാൻഡ് ചെയ്യണം. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. അടുത്തത് അനുപല്ലവിയാണ്. പദനീസ ടോപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ സ സ നീ സ സ സ സനീത പദ നാശം വരുത്തും സ സ സനീത പദ സ സ സനീത പദ സ സ സനീത പദ സ സ സനീത പദ. നാശമുണ്ടാക്കും പാപനാശം വരുത്താൻ പര. നാശമുണ്ടാക്കും പാപനാശം വരുത്താൻ പര. സാ അടുത്തത് സാ സ സനീത പദ. പരമേശൻ ജഗത്തിൽ മർത്യവേഷം പദ സാ സ സനീത പദ നിധ പ. പരമേശൻ ജഗത്തിൽ മർത്യവേഷം. ഇവിടെ നമ്മുടെ ആധികാരികമായിട്ടുള്ള ട്യൂണിൽ കൊടുത്തിരിക്കുന്നത് ഋഷഭം വലുത് വരുന്നതാണ്. നമ്മുടെ ആധികാരികമായിട്ടുള്ള ട്യൂണിൽ ഒരു അന്യസ്വര പ്രയോഗം വരുന്നുണ്ട്. അതായത് പദ നിധ പ മഗരി സനി പദ നിധ പ മഗരി. വലിയ ഋഷഭമാണ്, അതായത് ചതുർശ്രുതി ഋഷഭത്തിൻ്റെ സ്ഥാനമാണ് അവിടെ വരുന്നത്. എന്നാൽ അനുസ്വരം ഇല്ലാതെ നമുക്ക് പാടാൻ പറ്റും. അത് പ്യൂർ മായമാളുകളെ തന്നെയായിട്ട് തന്നെ പാടാൻ പറ്റും. പദ സ സ മർത്യവേഷം ധരിച്ചു മർത്യവേഷം ധരി പദ നിധ പ മഗരി പദ നിധ പ മഗരി സനി. മർത്യവേഷം ധരിച്ചു വന്ന മർത്യവേഷം ധരിച്ചു പദ നിധ പ മഗരി. മർത്യവേഷം ധരി മർത്യവേഷം ധരിച്ചു വന്ന യേശു പദ നിധ പ മഗരി സനി. ഋഷഭം ചെറുതാക്കാൻ പറ്റും. രണ്ട് രീതിയിലും പാടാം.
നമ്മൾ ആധികാരികമായ ടൂണിൽ ഉള്ളത് ഋഷഭം വലുതാണ്, നമുക്കതിനെ ചെറുതാക്കി പാടാം. ഓക്കെ. പദ നീത പമഗരി സനി മർത്യവേഷം ധരിച്ചു വന്ന. ഋഷഭം ചെറുതായാൽ പദ നീത പമഗരി സനി മർത്യവേഷം ധരിച്ചു വന്ന യേശു എന്നുള്ള നാമമേ, യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ, യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. അടുത്തത് അതിൻ്റെ ഫസ്റ്റ് ചരണം നോക്കാം. എല്ലാം സെയിം ട്യൂണാണ്, അതിൻ്റെ എല്ലാം സെയിം ട്യൂൺ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ചരണം നോക്കാം. സക സക മ പദ പ ദവ മഗ ഗമ പ മഗ മഗരി സാരിനി. സക സക മ പദ പ ദവ മഗ ഗമ പ മഗ മഗരി സ. മുന്നം ഗബ്രിയേൽ ബിന്ദുതൻ ചൊന്ന മോക്ഷദായക നാമമേ, മുന്നം ഗബ്രിയേൽ ബിന്ദുതൻ ചൊന്ന മോക്ഷദായക നാമമേ. മുന്നം സക സക മ പദ പ മുന്നം ഗബ്രിയേൽ ബിന്ദുതൻ സക മ പദ പ ഗബ്രിയേൽ ബിന്ദുതൻ ചൊന്ന ദവമഗ ചൊന്ന മോഷ ദവമഗ ഗമപ ചൊന്ന മോഷ ദായക മഗമ ദായക നാമമേ. മഗ മഗരി സാരിനി മഗ മഗരി സാരിനി ദായക നാമമേ. മുന്നം ഗബ്രിയേൽ ബിന്ദുതൻ സക സക മ പദ പ ദവ മഗ ഗമ പ ചൊന്ന മോഷ ദായക നാമമേ മഗ മഗരി സ. അടുത്തത് സ സ സ കന്നിമറിയം കേട്ടുക സ സ സ നിധ പദ സ പദ നി സ സ സ സ നിധ കന്നിമറിയം കേട്ടുക പദ സ പദ നി സ പദ സ വരും. സ സ സ നിധ പദ സ കന്നിമറിയം കേട്ടു കാത്തിരുന്നു വിളിച്ച. സ സ സ നിധ പദ കാത്തിരുന്നു വിളിച്ച കാത്തിരുന്നു വിളിച്ച മന്നിടത്തെങ്ങും ഭാഗ്യം. സ സ സ നിധ പദ സ സ സ നിധ പദ മന്നിടത്തെങ്ങും ഭാഗ്യം. സ സ സ നിധ പദ നിധ പ മഗരി സനി മഗ പമഗ പമഗരി പമഗരി സനി. രണ്ട് രീതിയിൽ പാടാം. പമഗരി സനി പമഗരി രണ്ട് പമഗരി. ഓക്കെ. മന്നിടത്തെങ്ങും ഭാഗ്യം വരുത്തും വല്ലഭ മന്നിടത്തെങ്ങും ഭാഗ്യം മന്നിടത്തെങ്ങും ഭാഗ്യം വരുത്തും വല്ലഭ നാമം. മന്നിടത്തെങ്ങും ഭാഗ്യം വരുത്തും വല്ലഭ നാമം. സ സ സ നിധ പദ നിധ പ മഗരി സനി. ഇനി ചെറിയ ഋഷഭം പാടുമ്പോൾ സ സ സ നിധ പദ നിധ പ മഗരി സനി മന്നിടത്തെങ്ങും ഭാഗ്യം വരുത്തും വല്ല മന്നിടത്തെങ്ങും ഭാഗ്യം വരുത്തും വല്ലഭ നാമം. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷനാമമേ. ഇങ്ങനെയാണ് ഇതിൻ്റെ കർണാട്ടിക് നോട്ട്സ്. ഈ നോട്ട്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പഠിക്കുവാനായിട്ട് സാധിക്കും.
നിങ്ങളെല്ലാവരും ഇത് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.